Good morning. Good morning, ma'am. Good morning. Good morning, ma'am. Good morning. Good morning, ma'am. Good morning. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? കഴിച്ചു മാം. Yes, ma'am. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? പ്രെയർ ചെയ്തോളൂ കേട്ടോ. വളരെ കുറവ് ആളുകളാണല്ലോ. കുറച്ചുപേരേ ഉള്ളൂ ഈയിടെയായിട്ട്. ഇല്ല മാം, ഇന്നലെ കുറച്ച് 20 ഉണ്ടായിരുന്നു ക്ലാസ്സിൽ. അതെ അല്ലേ? ഓക്കെ ഓക്കെ, പ്രെയർ ചെയ്തോളൂ. പ്രയർ മാം ഗ്രൂപ്പിൽ ചോദിച്ചപ്പോൾ ആരും റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് പാടാനൊന്നും അറിഞ്ഞൂടാ, ഞാൻ സ്പീച്ച് ആയിട്ട് പറയാം. ഓക്കെ. Dear Lord, we thank you for this new day and for the chance to learn and grow. Please guide us in our studies, help us understand what we learn and give us the wisdom to use it well. May we be kind to our classmates and respectful to our teachers. Help us focus and do our best in all we do today. Thank you. ഓക്കെ, സൈൻ ഇൻ ഉണ്ടോ? Thought of the day ഞാൻ തന്നെയാണ് മാം പറയുന്നത്. ഓക്കെ. The best preparation for tomorrow is doing your best today. മാം സൈനിങ്. സൈൻ ഇൻ ചെയ്തോളൂ. The golden egg. Once a poor farmer had a goose that laid a golden egg every day. He sold the egg and became rich. But greed took over and he wanted all the gold at once. Thinking the goose had gold inside, he killed it. To his shock, there was no gold inside, just an ordinary goose. He lost his precious goose and its golden eggs. Moral of the story: greed leads to loss. Thank you, ma'am. ഓക്കെ, ദെൻ നമുക്ക് കഴിഞ്ഞ ദിവസം ഞാനൊരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ചെയ്തായിരുന്നോ? Yes, ma'am. അപ്പൊ നമുക്ക് ഓരോരുത്തരുടെ ആയിട്ട് നോക്കാം അല്ലേ? ജയ്മോൾ അജീഷ് പ്രസന്റ് ചെയ്തോളൂ ആക്ടിവിറ്റി. മാം എങ്ങനെയാണ് വായിച്ചാൽ മതിയോ? വീഡിയോ ഓൺ ചെയ്യാമോ? കാണിക്കാമോ അതൊന്ന്? കാണിച്ചു തരാം. വീഡിയോ ഓൺ ചെയ്തിട്ട് ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. Immunization schedule. At birth, BCG, hepatitis B0, OPV 0 dose. At 6, pentavalent first dose, the first dose, FIPV first dose, rotavirus vaccine first dose, PCV first dose, at 10 weeks, pentavalent second dose, OPV second dose, rotavirus second dose. At 14 weeks, pentavalent third dose, OPV third dose, FIPV second dose, rotavirus vaccine third dose, PCV second dose. At 9 months, MR vaccine first dose, vitamin A first dose, PCV booster dose, FIPV third dose. At 16 to 24th month, MR second dose, DPT booster first dose, vitamin A second dose, OPV booster dose. At 7, DPT second booster dose. At 10 years, TD first dose. At 16 years,
TD second dose. എവിടെന്നാ കളക്ട് ചെയ്തത് ജയമോളെ? അത് ഇവിടെ അടുത്ത ആശാ വർക്കർ ഉണ്ടായിരുന്നു മിസ്. എന്താണ്? ആശാ വർക്കർ ഇല്ലേ, ഓക്കെ ഓക്കെ. അവരുടെ കയ്യിൽ നിന്നാ വാങ്ങിയത്. ഓക്കെ. അപ്പൊ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് നമ്മൾ പഠിച്ചതിൽ നിന്ന് ഇതിനകത്തുള്ളത്? എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടോ? ഡിഫറൻസ് ഇല്ലേ? ഡിഫറൻസ് ഉണ്ട്. എന്താണെന്ന് പറയാമോ? ഒന്ന് അനലൈസ് ചെയ്യാമോ? അത് കൂടുതൽ വാക്സിനുകൾ ആഡ് ആയിട്ടുണ്ട്. ആഡ് ആയിട്ടുണ്ട് അല്ലേ? ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ നമ്മൾക്ക് ഫെമിലിയർ അല്ലാത്ത എന്തെങ്കിലും ഒരു വാക്സിൻ കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അതിനകത്ത്? ഫെമിലിയർ അല്ലാത്ത റോട്ടാ വൈറസ്. എന്തിനാണ് റോട്ടാ വൈറസ് എന്തിനു കൊടുക്കുന്നതാ? അതറിയത്തില്ല മാം. അറിയത്തില്ല. ഓക്കെ. അപ്പൊ അതും കൂടി നമ്മൾ ചോദിക്കണോട്ടോ ചെയ്യുമ്പോ ആശാവർക്കറോട് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ എഴുതുന്നതിന് ശരിക്കുമുള്ളൊരു മീനിങ് വേണ്ടേ? എന്തിനു വേണ്ടിയിട്ടാണ് അത് കറക്റ്റ് അറിയണ്ടേ? അറിയണം. ഓക്കെ. അപ്പൊ അത് ചോദിച്ചാ മതി കേട്ടോ. ചോദിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയണം കേട്ടോ. ഏതൊക്കെയാണ് ഇപ്പൊ പെൻറ്റാവാലന്റ് പറഞ്ഞ അത് എന്തിനു വേണ്ടിയിട്ടാണ്, റോട്ടാവൈറസ് പറഞ്ഞ അത് എന്തിനു വേണ്ടിയിട്ടാണ്, അതും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് എഴുതിയിട്ട് അടുത്ത പ്രാവശ്യം ഒന്ന് പ്രസന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ. നന്നായിരുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ. ഇനി ആരാണ്? മാം ഞാൻ ജസ്റ്റ് എഴുതിയത് കാണിച്ചിട്ട് പിന്നെ അത് നോക്കി വായിച്ചോട്ടെ. മതി മതി. വീഡിയോ ഓൺ ചെയ്യുന്നുണ്ടോ ആരതി? വീഡിയോ ഓൺ ചെയ്ത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം എഴുതിയത്. ഓക്കെ. ഒന്ന് പിൻ ചെയ്തോട്ടെ. ഓക്കെ ഓക്കെ. മാം ഞാൻ എൻ്റെ അടുത്തൊരു കൊച്ചുണ്ട് 10 മാസം പ്രായമായത്. അവരുടെ ഇമ്മ്യൂണൈസേഷൻ ചാർട്ട് വാങ്ങിയിട്ട് അത് നോക്കി എഴുതിയതാണ്. ബർത്ത് BCG OPV 0, ഹെപ്പറ്റൈറ്റിസ് B1, DTWP1, DTAP1, IPV 1 കൊടുക്കുന്നുണ്ട്. 6 വീക്സിൽ ഹെപ്പറ്റൈറ്റിസ് B2, HIP1, റോട്ടാ വൈറസ്, PCV1, DTWP2, DTAP2 കൊടുക്കുന്നുണ്ട്. 10 വീക്സിൽ IPV2, HIP2, റോട്ടാ വൈറസ് 2, PCV2, DTWP3, DTAP3, IPV3 കൊടുക്കുന്നുണ്ട്. 14 വീക്സിൽ HIP3, റോട്ടാ വൈറസ് 3, PCV3, OPV1 കൊടുക്കുന്നുണ്ട്. 6 മന്ത്സിൽ TCV പറഞ്ഞിട്ടൊരു വാക്സിൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാനത് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ അത് സിംഗിൾ ഡോസ് വാക്സിൻ ദാറ്റ് പ്രൊവൈഡ്സ് ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ അഗേൻസ്റ്റ് സാൽമോണല ടൈഫോയിഡിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് ഈ TCV പറയുന്നത്. 6 മന്ത്സിൽ കൊടുക്കുന്നതെന്നാണ് ഞാൻ എഴുതി വെച്ചത്. 7 മന്ത്സിൽ ഇൻഫ്ലുവൻസ് വാക്സിൻ ഫസ്റ്റ് ഡോസ്, ഇൻഫ്ലുവൻസ് വാക്സിൻ സെക്കൻഡ് ഡോസും കൊടുക്കുന്നുണ്ട്. 9 മന്ത്സിൽ OPV2 MMR1 കൊടുക്കുന്നുണ്ട്. 9 to 12 മന്ത്സിൽ ഹെപ്പറ്റൈറ്റിസ് A1 കൊടുക്കുന്നുണ്ട്. പിന്നെ 12 മന്ത്സിൽ ഇവിടെ അതായത് നമ്മൾ സ്റ്റേറ്റ് ഡിഫറൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ അവിടുത്തെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് തോന്നുന്നു. ജാപ്പനീസ് എൻകെഫലൈറ്റിസ് പറഞ്ഞിട്ടൊരു ഡോസ് 2 ഡോസ് 12 മന്ത്സിൽ കൊടുക്കുന്നുണ്ട്. അത് പ്രൊട്ടക്റ്റ് അഗൻസ്റ്റ് ജാപ്പനീസ് എൻകെഫലൈറ്റിസ് വൈറസ്. ചിൽഡ്രൻ എൻഡാമിക് ഏരിയയിലാണ് താമസിക്കുന്നതെങ്കിൽ അവർക്ക് വേണ്ടി കൊടുക്കുന്ന ആ ഒരു വാക്സിനാണ് അതൊന്ന് മനസ്സിലാക്കിയത്. പിന്നെ 30 മന്ത്സിൽ MMR2 കൊടുക്കുന്നുണ്ട്. 15 മന്ത്സിൽ PCV ബൂസ്റ്ററും വാരിസെല 1, DTWP B1, DTAP B1 കൊടുക്കുന്നുണ്ട്. 69 മന്ത്സിൽ IPV B1, HIP B1, ഹെപ്പറ്റൈറ്റിസ് A2 കൊടുക്കുന്നുണ്ട്. 2 ഇയേഴ്സിൽ ടൈഫോയിഡ് ബൂസ്റ്റർ കൊടുക്കുന്നുണ്ട്. പിന്നെ 4 to 6 ഇയേഴ്സിലാണ് മെനിഞ്ചോ കോക്കൺ പറഞ്ഞിട്ടൊരു വാക്സിൻ കൊടുക്കുന്നത്. അത് നെയ്സീരിയ മെനിഞ്ചോയിറ്റിസ് ബാക്ടീരിയയിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ്. പിന്നെ ചിക്കൻ ബോക്സ് വാക്സിനും കൊടുക്കുന്നുണ്ട്. പിന്നെ 10 ഇയേഴ്സിൽ TDAPും
അത് മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടി ടാപ്പും ഡി ടാപ്പും അതാണ് തോന്നുന്നു. പിന്നെ TD HPV കൊടുക്കുന്നുണ്ട് 10 ഇയേഴ്സിൽ. പിന്നെ 15 ഇയേഴ്സിലാണ് HPV1, HPV2, HPV3, TDAP/TD1 കൊടുക്കുന്നുണ്ട്. ആ HPV1 ഒക്കെ കൊടുക്കുന്നത് പ്രൊട്ടക്ട് അഗൻസ്റ്റ് ഹ്യൂമൻ പാപ്പിലോമ വൈറസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനാണ് ഈ 15 ഇയേഴ്സിൽ കൊടുക്കുന്ന വാക്സിൻ. ഞാൻ ഇത് നോക്കി എഴുതിയിട്ട് എനിക്ക് ഡൗട്ട് ഉള്ളത് ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്തതായിരുന്നു മാം. ഓക്കെ ഓക്കെ. ഇനി ആരാണ്? മാം ഞാൻ പറയുന്നത് പറഞ്ഞോളൂ. വീഡിയോ ഓൺ ചെയ്യുന്നുണ്ടോ? ഓൺ ചെയ്തോട്ടെ. ചെയ്തോളൂ. മാം ഞാൻ വന്നിട്ട് ഡോസേജ് ആൻഡ് വെൻ ടു ഗീവ് എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്റെ മോന്റെ ഒരു വാക്സിൻ കാർഡ് ഉണ്ടായിരുന്നു, കുറച്ച് പഴയത്. അവന് 14 years ആയി. അപ്പൊ അതിൽ നിന്ന് ഞാൻ കളക്ട് ചെയ്തതാണ് കേട്ടോ മാം. ഒരു 5 years വരെ ഉള്ളത് ഉള്ളൂ അതുകൊണ്ട് എന്റെ അടുത്ത്. Dosage BCG at birth within 1 year, hepatitis B at birth within 24 hours, OPV 0 at birth within 15 days, OPV first, second and third dose 6, 10 and 14 weeks. Pentavalent 1, ma'am? Pentavalent 1, 2, 3, 6, 10 and 14 weeks, measles 9 months, DPT booster 16 months, measles second dose 16 months, DPT booster 16 months, OPV booster 16 months, Japanese encephalitis അതൊരു പുതിയ ഇതാണെന്ന് തോന്നുന്നു, അതിനെ കുറിച്ച് എനിക്ക് അത്ര അറിവില്ല. അതൊരു 16 months. നെക്സ്റ്റ് അടുത്തത് DPT ബൂസ്റ്റർ 5 years. ഒരു കാർഡിൽ എനിക്ക് അത്ര ആയിരുന്നു ഉണ്ടായിരുന്നത്. യൂസേജും കൂടി ഞാൻ ഇവിടെ കുറച്ച് സ്പേസ് വിട്ടിട്ടുണ്ട് മാം. എന്നാൽ യൂസേജും അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കളക്ട് ചെയ്ത് അതും കൂടി എഴുതിയേക്കാം. താങ്ക് യു മാം. നെക്സ്റ്റ് വൺ കാണുന്നുണ്ടോ? ശ്രുതി MV. ഒരു മിനിറ്റ്. യെസ്, കാണുന്നുണ്ട്. ക്ലിയർ അല്ല, പേജ് കാണാൻ പറ്റുന്നുണ്ട്, എഴുതിയത് ക്ലിയർ അല്ല. ഇപ്പോഴോ മിസ്സേ? ഓക്കെ, വായിച്ചാ മതി, കുഴപ്പമില്ല, നോ പ്രോബ്ലം. Immunization schedule at birth: BCG, OPV 0, HEPV1, 6 week, DTWP, DTAP1, IPV1, HIV1, HEPV2, RV1, PV1, 10 week, DTWP2, DTPAP2, IPV2, HIV2, HEBB3, PCV2, routine 2, 14 week, OPV3, PV3, IPV2, RVV3, 6 month influenza vaccine 1, 7 month influenza vaccine 2, 9 month MMR1, IPV3, PCVB, vitamin A, JE1, 16 post 64, DPTB1, vitamin 2, MMR2, JE2, OPVB, 5 to 6 month DPTB2, 10 years chickenpox 2, TDAPV, 15 years HVVY, HPV2, HP3, TDAP, TD.
Okay. കഴിഞ്ഞായിരുന്നോ? കഴിഞ്ഞു. ഓക്കെ. മിസ് ആദ്യം കാണിച്ചിട്ട് പിന്നെ വായിക്കട്ടെ. മതി മതി. ഞാൻ ചാർട്ട് പോലെ ചെയ്യാൻ പറഞ്ഞോണ്ട് ഇങ്ങനെയാ ചെയ്തേക്കണേ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ബെർത്തില് BCG, OPV, പിന്നെ HEPB1. 6 വീക്സില് OPV1ഉം PETA1, RVV1, പിന്നെ FIPV1, PCV1. 10 വീക്സില് OPV2, PETA2, RVV2. 14 വീക്സില് OPV3, PETA3, FIPV2, RVV3, PCV2. 9 to 12 മന്തില് MR1ഉം JE1. പിന്നെ PCV ബൂസ്റ്ററും കൊടുക്കുന്നുണ്ട്. പിന്നെ വിറ്റ-എയുടെ ഫസ്റ്റ് ഡോസും കൊടുക്കുന്നുണ്ട്. പിന്നെ 16 to 24 മന്ത്സില് MR2ഉം JE2, DPT ബൂസ്റ്റർ ഫസ്റ്റ് ഡോസും OPV ബൂസ്റ്റർ. 5 to 6 ഇയേഴ്സില് DPT ബൂസ്റ്റർ 2. ഇതില് 2 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 6 മാസം ഇടവിട്ട് വിറ്റ-എയുടെ ഡോസ് 6 മാസം കൂടുമ്പോൾ കൊടുക്കുന്നുണ്ട്. പിന്നെ 10 ഇയേഴ്സില് TD, പിന്നെ 16 ഇയേഴ്സില് TD. പിന്നെ അതല്ലാതെ പ്രഗ്നന്റ് മദേഴ്സിന് TD1ന്റെയും TD2ഉം TD ബൂസ്റ്ററും കൊടുക്കുന്നുണ്ട്. ഇതില് 16 മുതൽ 24 മാസം വരെയുള്ളത് മോളുടെ നോക്കിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ബാക്കിയുള്ളത് ഇവിടുത്തെ ഹെൽത്തിലെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് അങ്ങനെ എഴുതി. Okay. The next one. മിസ് പറഞ്ഞാൽ മതിയോ? പറയട്ടെ. പറഞ്ഞോളൂ. At birth, BCG hepatitis B 0 dose, OPV 0 dose. 6 weekile pentavalent 1, OPV 1, FIPV 1, rotavirus vaccine first dose, PCV first dose. 10 weekile pentavalent second dose, OPV second dose, rotavirus vaccine second. 14 weekile pentavalent third dose, OPV third dose, PCV second dose, FIPV second dose, rotavirus vaccine third dose. 9 monthile MR vaccine first dose plus vitamin A first dose. PCV booster, FIPV third dose. 16 month to 24 month MR second dose vaccine, DPT booster first, vitamin A second, OPV booster dose. 5 to 7 age DPT second booster dose, 10 age TD1, 16 age TD2. Okay. Then anything else? At birth, BCG, hepatitis, OPV. ഹലോ, പറഞ്ഞോളൂ. കട്ടായി പോയതാണ്. At 14 weeks, pentavalent third dose, OPV third dose, FIPV second dose, rotavirus vaccine third dose, PCV second dose. At 9 months, MMR vaccine first dose, vitamin A first dose, PCV booster dose, FIPV third dose. At 15 months, MMR vaccine second dose, varicella
first dose PCV booster. At 16 to 18 months, DTWP, DTAP booster dose 1. HIB B1 IPV booster dose 1. At 5 to 7 years, DTP second booster dose. At 10 years, TD first dose. At 16 years, TD second dose. കുഞ്ഞു കരയുന്നുണ്ടോ? Ah. കുഴപ്പമില്ല, പിന്നെ വായിച്ചാ മതി കേട്ടോ. കുഞ്ഞിനെ കരയും. ഇനി ആരെങ്കിലും ഉണ്ടോ വേറെ? നിങ്ങൾക്ക് ഞാൻ പിക്ചർ വീലും നമ്പർ വീലും കാണിച്ചായിരുന്നോ? സ്റ്റാർട്ടിങ്ങില് ഒരു പ്രാവശ്യം കാണിച്ചായിരുന്നു. സ്റ്റാർട്ടിങ്ങില് അത് നിങ്ങൾ ചെയ്തായിരുന്നോ? ഞാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായില്ല. ഇങ്ങനെയൊക്കെ എന്തോ പറയുമ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചതായിരുന്നു. എക്സാമ്പിൾ ആയിട്ട് അല്ലാതെ ഞാൻ പിക്ചർ അത് കാണിച്ചിട്ടില്ല. നിങ്ങൾ ഡെമോ പോലെ കാണിച്ചിട്ടില്ല. ഇല്ല, ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ചെയ്യാൻ പറഞ്ഞിട്ടില്ല. വീല് കാണിച്ചായിരുന്നോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. വീല് ഒരു പ്രാവശ്യം എന്തോ എക്സാമ്പിൾ മാതിരി കാണിച്ചായിരുന്നു മാം. ഇത് പിന്നീട് ചെയ്യേണ്ട വരുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പറഞ്ഞ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യണം. ഫസ്റ്റ് ക്ലാസ്സിലേക്കും ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് നമ്മൾ കാണിച്ചു തന്നത്. ഇത് എന്താണ് സംഭവം എന്നൊന്നും പറഞ്ഞില്ല. നമ്മുടെ അടുത്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായില്ല. ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ കണ്ടായിരുന്നോ അത്? ഞാൻ നിങ്ങളെ പിക്ചർ കാണിച്ചായിരുന്നു അതിന്റെ? അതാണ് ഞാൻ ചോദിക്കുന്നത്. കാണിച്ചായിരുന്നു. പിക്ചർ വീലും നമ്പർ വീലും കാണിച്ചായിരുന്നു അല്ലേ? ഓക്കെ. അപ്പൊ അത് നിങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല മാം, പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ചെയ്യണമെന്ന്. മിസ് ഒന്ന് കാണിക്കുവോ? കണ്ടില്ല. എന്താണ്? കാണിക്കാവോ? ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. ഇപ്പൊ വരാം. കാണുന്നുണ്ടോ? യെസ് മാം, കാണുന്നുണ്ട്. കാണിച്ചായിരുന്നോ ഞാൻ നിങ്ങൾക്ക്? അന്ന് ഒരു ഫസ്റ്റ് ഡേ ആണെന്ന് തോന്നുന്നു. അന്ന് ഇതുപോലത്തേക്ക് ആയിരിക്കും വരുന്നതെന്ന് പറഞ്ഞൊന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഇതാണ് പിക്ചർ വീൽ കേട്ടോ. പിക്ചർ വീലാണ്. ഞാനിപ്പോ ഇത് നമ്മുടെ വേസ്റ്റ് ബോർഡ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്ന ഒരു തരം സംഭവമില്ലേ, വീലുണ്ടല്ലോ, കേക്ക് സെറ്റ് ചെയ്യുന്ന റൗണ്ട്, അത് വെച്ചിട്ട് ചെയ്യാം. എനിക്ക് തോന്നുന്നു മിക്കവാറും കുട്ടികൾ അത് വെച്ചിട്ട് തന്നെയാണ് പിക്ചർ വീൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ നല്ലൊരു ഫിനിഷിങ് കിട്ടും അത് ചെയ്താല്. അത് വെച്ചിട്ട് ചെയ്താല് നമ്മുടെ വേസ്റ്റ് ബോർഡ് ഒക്കെ വെച്ച് ചെയ്യാം. പക്ഷെ നമ്മള് ഗമ്മൊക്കെ പേസ്റ്റ് ചെയ്യുമ്പോൾ അത് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആകും. അപ്പൊ മറ്റേതാകുമ്പോൾ കുറച്ചും കൂടി, അതായത് ആ കേക്കിന്റെ സംഭവം ആകുമ്പോൾ കുറച്ചും കൂടി നല്ല ഭംഗിയിലിരിക്കും ഈ ഒരു സംഭവം കേട്ടോ. ഞാനിപ്പോ ഇത് വേസ്റ്റ് ബോർഡ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് കണ്ടോ, ഇത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അതായത് നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ഇത് കുട്ടിയെ നമ്മള് കൂടുതൽ പിക്ചറും അതുപോലെ തന്നെ വേർഡ്സും ഫെമിലയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ റോസ് എന്ന് പറയുമ്പോൾ കുട്ടിക്ക് ആ സമയത്ത്, അതായത് ഈ ഒരു വീല് തിരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റോസിന്റെ അവിടെ കൊണ്ടുവരാം. കണ്ടോ, കുറെ വേർഡ്സ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. റോസ്, ലോട്ടസ്, ബെന്യൻ ട്രീ, ആപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോ ഏതാണോ കുട്ടി ചൂണ്ടിക്കാണിക്കുന്ന പടം, അതിന് നേരെ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ വേർഡ്സ് കൊണ്ടുവരാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഇതിനെ പിക്ചർ വീൽ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ വിദ്യ? ഓക്കെ ആണല്ലേ? ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് കുറെ ബാച്ചസിന് കാണിക്കുന്നത് കൊണ്ട് ഏത് ബാച്ചിലാണ് കാണിച്ചതെന്ന് ഓർമ്മയുണ്ടാവില്ല. അതാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്.
ഞാനിപ്പോ ഈ സംഭവം ഈർക്കില് വെച്ചിട്ടാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. എന്റെ മോൻ ചെയ്ത് തന്നാണ്. ഈർക്കില് വെച്ചിട്ടാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രൂ ഒക്കെ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ഫിറ്റ് ചെയ്യാം. പിന്നെ ചില ആളുകൾ കമ്മലിന്റെ ശങ്കീരി ഉപയോഗിച്ചിട്ട് ഫിറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. കമ്മലിന്റെ മറ്റേ നമ്മുടെ ആണില്ലേ സംഭവം, അത് വെച്ചിട്ട് സ്ക്രൂ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയും ചെയ്യാം കേട്ടോ. പിന്നെ വേറെ ചില ആളുകൾ നല്ല രീതിയിൽ ഒരു ഫിനിഷിങ്ങില് കുറെ മെത്തേഡൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ഒരു സംഭവം സെറ്റ് ചെയ്യാറുണ്ട്. നല്ല ഭംഗിയാക്കാറുണ്ട് കേട്ടോ. സ്റ്റുഡൻസ് ഒക്കെ എല്ലാവരും നല്ല ഭംഗിയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോ ഇത് വലിയൊരു വീലാണ്, ഇത് ചെറിയ വീലാണ്. ഈ ചെറിയ വീല് വേർഡ്സ് എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്നു. വലിയ വീലില് എന്താണ് വേർഡ്സ്, അതിന്റെ പിക്ചേഴ്സ് ആണ് ഒട്ടിക്കുന്നത്. ക്ലിയർ അല്ലേ? ടീച്ചറെ അത് ഒട്ടിച്ചേക്കുന്നത് ഇത് ചാർട്ട് പേപ്പർ വെച്ചാണ് ഒട്ടിച്ചേക്കുന്നത്. ഞാനത് അതായത് വേസ്റ്റ് ബോർഡ് ആണല്ലോ ഇത്. അപ്പൊ അതിന്റെ അത് കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചാർട്ട് പേപ്പർ റൗണ്ടിൽ തന്നെ കട്ട് ചെയ്തിട്ട് അത് വെച്ച് പേസ്റ്റ് ചെയ്തിരിക്കുക. അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ചില ആളുകൾ പിക്ചർ വരയ്ക്കാറുണ്ട്. ഞാനിപ്പോ പിക്ചേഴ്സ് ഒട്ടിക്കുക ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, പലതരം മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ മതി യൂട്യൂബില്. അപ്പൊ ഐഡിയാസ് അതിനകത്ത് കുറെ ഉണ്ട്, അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് പിക്ചർ വീല്. ഇനി ഇത് നമ്പർ വീലാണ് കേട്ടോ. ഇത് നമ്പർ വീലാണ്. 1 തുടങ്ങി 9 വരെയുള്ള നമ്പർ അല്ലെങ്കിൽ 1 തുടങ്ങി 10 വരെയുള്ള നമ്പർ നിങ്ങൾക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ കുട്ടിക്ക് 1 എന്ന് പറയുന്ന നമ്പർ നമ്മൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണമെങ്കിൽ കണ്ടോ, ഇവിടെ 1 എന്ന് പറയുന്ന ഒരു പിരമിഡ് ആണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. അവിടേക്ക് 1 കൊണ്ടുപോയിട്ട് കുഞ്ഞിനെ കാണിക്കാം. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ. അതുപോലെ 2 എന്ന് പറയുന്ന നമ്പറിന്റെ അവിടെ നമുക്ക് കൗണ്ട് ചെയ്യാനായിട്ട് 2 ഇവിടെ നോക്കിക്കോളൂ കേട്ടോ. അതെ, ഇവിടെ ഉണ്ട് 2 സർക്കിൾ ആണ് വരച്ചിരിക്കുന്നത്. അതിന്റെ നേരെ നമുക്ക് 2 കുഞ്ഞിനെ കാണിക്കാം. അപ്പൊ ഇങ്ങനെ നമ്പേഴ്സ് വെച്ചിട്ട് ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇത് വരച്ചിരിക്കുക ചെയ്യുന്നത്, വേറെ ഒന്നും പേസ്റ്റ് ചെയ്തിട്ടില്ല. നമ്മുടെ MT50 കുട്ടികളാണെന്ന് തോന്നുന്നു. ചിലവര് പിസ്തയുടെ ഒക്കെ തൊണ്ടുണ്ടല്ലോ, അത് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതവര് കളർ ചെയ്ത് കുറെ നമ്പറുകൾ പൊട്ടിച്ച് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട്. അതായത് ഇതുപോലെ തന്നെ വീല് സെറ്റ് ചെയ്തിട്ട് പിസ്തയുടെ തൊണ്ട് കുറെ എണ്ണം പല ഷേപ്പിലായി പൊട്ടിച്ച് അവര് നമ്പർ വീൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പലതും പല രീതിയിൽ നമുക്ക് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്പർ വീല്. പിന്നെ ഇത് പിക്ചർ വീല്. 2 കാര്യങ്ങളും ഓക്കെ അല്ലേ? അപ്പൊ ഇത് ചെയ്യണം കേട്ടോ. എല്ലാ ബാച്ചസും ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങളും അത് ചെയ്യാനായിട്ട് നോക്കുക. മിസ് ചെയ്ത് എന്നാ കാണിക്കണ്ടേ? ചെയ്ത് നിങ്ങളുടെ സമയം പോലെ കാണിച്ചാൽ മതി കേട്ടോ. എപ്പോഴാണ് നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങളുടെ ഫ്രീ ടൈം അനുസരിച്ച് ചെയ്തിട്ട് കാണിച്ചാൽ മതി. ഇന്ന ടൈം എന്നൊന്നുമില്ല. നമ്മുടെ കോഴ്സ് തീരുന്നതിന് മുമ്പ് എന്തായാലും ഇത് ചെയ്യണം എന്നേ ഉള്ളൂ. കുട്ടികളോട് പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇത് ചെയ്യാനായിട്ട്. അതുകൊണ്ട് ചെയ്ത് ഞാനിത് പറഞ്ഞ് പിറ്റേ ആഴ്ച തന്നെ ചില കുട്ടികൾ കാണിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ സമയം അനുസരിച്ച് ഞാൻ കമ്പൽ ചെയ്യുന്നില്ല. നിങ്ങളുടെ സമയം അനുസരിച്ചിട്ട് വളരെ സ്ലോലി ചെയ്ത് തീർത്താൽ മതി കേട്ടോ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ പലതരത്തിലുള്ള ഫ്രെയിംസ് ഉണ്ടാക്കാനായിട്ട് ഫ്രെയിം ഉണ്ടല്ലോ, ബട്ടണിങ് ഫ്രെയിംസ്. അത് അപർണ മിസ് പറഞ്ഞായിരുന്നോ നിങ്ങളോട്? ഫ്രെയിമുകൾ ഉണ്ടാക്കാനായിട്ട് പറഞ്ഞായിരുന്നു ആരെങ്കിലും? ഇല്ല മാം, ഇതുവരെ പറഞ്ഞില്ല. ഇല്ല, ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് അത് പറഞ്ഞു തരാം എങ്ങനെയാണ്. അപ്പൊ അത് നമ്മൾ ചെയ്യാറുണ്ട് കേട്ടോ. അത് നമ്മുടെ വൈവയുടെ ഒക്കെ സമയത്ത് ചോദിക്കും. എന്തൊക്കെ ആക്ടിവിറ്റി, എന്തൊക്കെ വർക്കുകളാണ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോ ഈ ഫ്രെയിം വർക്ക് ഒക്കെ കാണിച്ചു പിന്നെ ചെയ്യാം. ഗ്യാസ് ബുക്ക് ചെയ്യാൻ പിന്നെ ചെയ്യാം. വിദ്യ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? അപ്പൊ ഫ്രെയിം വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ പലതരത്തിലുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓരോന്നായിട്ട് പറഞ്ഞു തരാം, അതിനനുസരിച്ച് ചെയ്താൽ മതി. അപ്പൊ എല്ലാവർക്കും ഓക്കെ അല്ലേ? മിസ് ഈ ചാർട്ട് കൊണ്ട് ഇമ്മ്യൂണൈസേഷന്റെ ചെയ്തിട്ടുണ്ടായിരുന്നു.
കാണിച്ചോട്ടെ. അത് ആക്ടിവിറ്റിയാണ്. ആക്ടിവിറ്റി അസൈൻമെന്റ് ഒക്കെ വേറെയാണ്. ഇത് വർക്കുകളാണ് ഞാൻ പറയുന്നത് കേട്ടോ. വർക്കുകൾ വേറെയാണ്, ആക്ടിവിറ്റിയും മറ്റുമൊക്കെ വേറെയാണ്. ഓക്കെ, നമ്മൾ എഴുതുന്ന സംഭവങ്ങൾ വേറെ, ചെയ്യുന്ന വർക്കുകൾ വേറെ. ഓക്കെ, അപ്പൊ അത് ഓരോന്നായിട്ട് പറയാം. പെട്ടെന്ന് ധൃതി പിടിച്ചൊന്നും ചെയ്യണ്ട. കോഴ്സ് കഴിയാറാകുന്നതിന് മുമ്പായിട്ട് ഏകദേശം ഒരു നിങ്ങൾ ചെയ്താൽ മതി, സമയം അനുസരിച്ചിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് മംസിനെ കുറിച്ച് പറഞ്ഞായിരുന്നു അല്ലെ? അതല്ല നിർത്തിയത്? അല്ല, ഹെൽത്ത് ചെക്കപ്പ് ഒരു ടേബിൾ അനലൈസ് ചെയ്തായിരുന്നു അല്ലെ? അതിനോടനുബന്ധിച്ചിട്ടാണ് ഇമ്മ്യൂണൈസേഷൻ ചാർട്ട് റെഡിയാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഹെൽത്ത് ചെക്കപ്പ് ആണ് കേട്ടോ. അതൊന്ന് നിങ്ങൾ ആദ്യം മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്യാം. റീഡ് ചെയ്തതിന് ശേഷം സം ചെയ്യാം. ജയമോൾ ഒന്ന് റീഡ് ചെയ്യാമോ? എന്നിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാമോ? Yes, ma'am. Health checkup. A regular health checkup of the child should be attempted and a health record should be maintained. Health examination should include general appearance, body structure, recording of pulse, temperature, measurement, height, weight, respiratory rate, റെസ്പിറേറ്ററി റേറ്റ് കേട്ടോ. chest and abdomen examination, neck, eyes, ears, nose, throat, teeth, hair, skin, nail, vision, hearing, mental immobility, movement of Impartiality. Mental impartiality. Okay. impartiality, movement of limbs, Limbs. urine and stool examination, etc. This helps in early detection of defects such as defective vision, dental caries, etc. A health checkup should be the duty of parents as well as the school. Any problem diagnosed or disclosed should be immediately attended to. Oh. ഒരു കുട്ടികൾക്ക് ഒരു ഹെൽത്ത് ചെക്കപ്പ് ഉണ്ടായിരിക്കണം. അതിനൊരു അവർക്ക് സ്ഥിരമായിട്ടൊരു റെക്കോർഡ് ഉണ്ടാവണം. ഒരു റെക്കോർഡ് ടീച്ചറെ തെറ്റിപ്പോവും. ഓക്കെ, പേടിയുണ്ടോ? ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. ഞാൻ നിങ്ങളെ കൊണ്ട് വായിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? മറ്റു ടീച്ചേഴ്സ് വായിപ്പിക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ എല്ലാ ക്ലാസ്സുകളിലും കുട്ടികളെ കൊണ്ട് വായിപ്പിച്ചിട്ടാണ്, അവരെ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ക്ലാസ് ലീഡ് ചെയ്യുന്നത്. എന്താണെന്ന് അറിയാമോ അതിന്റെ പർപ്പസ്? ഞങ്ങളെ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ടാണോ മാം? ചിലർക്കൊന്നും അത് ഇഷ്ടമാകില്ല, ചില സ്റ്റുഡൻസിനൊന്നും അത് ഇഷ്ടമാകില്ല. എന്തിനാണ് ഞങ്ങളെ കൊണ്ട് വായിപ്പിക്കുന്നത്, സമയം പോകില്ലേ, അങ്ങനെയുള്ള ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളും ഉണ്ടാകും. പക്ഷേ അതെന്തിനു വേണ്ടി? ആശ്രുതി ഒന്ന് പറയാമോ, എന്തിനാ? ഞങ്ങളെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ടാണോ? ആ, കോൺഫിഡൻസ് ലെവൽ കൂടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ശരിക്കും ഇങ്ങനെ വായിക്കും. ഞാൻ അങ്ങനെ ഓൺലൈൻ ക്ലാസ്സിൽ കയറാറില്ല മാം. അപ്പം
കേറുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോ അത് പറയുമ്പോ ഒരു കോൺഫിഡന്റ് ആണ് എനിക്ക് പറയാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളത് ഇങ്ങനെ ആലോചിക്കുമ്പോ ഞാൻ എപ്പോഴെങ്കിലും ഓൺലൈൻ ക്ലാസ്സിൽ കയറാറുള്ളൂ. ആണല്ലേ? റെക്കോർഡഡ് ക്ലാസ് ആണ് കൂടുതലും കാണാറ്. കാണുന്നതല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട് ജോബ് സാറൊക്കെ ക്ലാസ്സേ ഓരോരുത്തർ നല്ല കോൺഫിഡന്റ് ആയിട്ട് പറയുമ്പോ ക്ലാസ്സിൽ കയറാൻ പറ്റിക്കഴിഞ്ഞെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് എനിക്കും ഉണ്ടാവുമായിരുന്നല്ലോ എന്നൊക്കെ. ശരിയാണ് ശ്രുതി പറഞ്ഞത്, കോൺഫിഡൻസ് ലെവൽ കൂടും. അതായത് നമ്മൾക്ക് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താനായിട്ട് പറ്റും, ഇല്ലേ? നമ്മൾക്കിപ്പോ ജയ്മോള് കുറെ കാര്യങ്ങൾ വായിച്ചു, ചില മിസ്റ്റേക്കുകൾ പറഞ്ഞപ്പോ ഞാൻ അത് തിരുത്തി കൊടുത്തു. അപ്പൊ നമുക്ക് ആ മിസ്റ്റേക്കുകൾ തിരുത്താനായിട്ട് പറ്റും, അതൊരു കാര്യമാണ്. പിന്നെ അത് നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ് കേട്ടോ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞപ്പോ ശ്രുതി പറഞ്ഞതുപോലെ തന്നെ കോൺഫിഡൻസ് ലെവൽ കൂടും. നമുക്കൊരു സദസ്സിന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കാനുള്ള കഴിവുണ്ടാകും. ഓക്കെ, പല സ്റ്റുഡൻസും അല്ലെങ്കിൽ പല ആളുകളും ഇതിനകത്ത് ചിലപ്പോ ഒതുങ്ങിക്കൂടി നിന്ന് പോകുന്ന ചില ആളുകളായിരിക്കുള്ളൂ. അതായത് മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, എപ്പോഴും സൈലന്റ് ആയിരിക്കുക, അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഇതിനകത്ത് ഉണ്ടാകും. അപ്പോ ഒരു സദസ്സിൽ നമുക്ക് നല്ല കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാനായിട്ട് ഞാൻ നിങ്ങളുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ പറയാനായിട്ട് പറയാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ പറയുന്നേ? നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഐഡിയാസ് പുറത്തേക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് പറയാനായിട്ട് പറയുന്നത്. അപ്പോ നമുക്കൊരു സദസ്സിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു വേദിയിൽ നമുക്ക് നിൽക്കുമ്പോൾ എല്ലാവരുടെയും ഫേസിൽ നോക്കി നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റും. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് കുട്ടികളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അതായത് നമ്മളൊരു ക്ലാസ് റൂമിൽ ചെല്ലുമ്പോൾ അവിടെ കുറെ കുട്ടികൾ ഉണ്ടാവും, അല്ലെ? അപ്പൊ നമ്മൾ വെറുതെ ഒരു ചാപ്റ്റർ വായിച്ചു അല്ലെങ്കിൽ നമ്മൾ കുറെ അധികം ലെസൺസ് പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ആ കുട്ടികൾ അത് കറക്റ്റ് ആയിട്ട് വായിക്കുന്നുണ്ടോ, ആ കുട്ടികൾ ഓരോ കാര്യങ്ങളും അത് മനസ്സിലാക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടും കൂടി ഈ മെത്തേഡ് സഹായിക്കും. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ ബെനിഫിറ്റ്സ് കൂടുതലല്ലേ? അപ്പൊ എന്തെങ്കിലും തെറ്റായിട്ട് നിങ്ങൾ ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല ഞാൻ ഈ ഒരു മെത്തേഡിലാണ് പോവുക, അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ എന്തിനാണ് ഈ ടീച്ചർ ഇങ്ങനെ വായിപ്പിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് എക്സ്പീരിയൻസ് പറയുന്നത് ചോദ്യം ഉണ്ടാവും. പക്ഷെ കോഴ്സ് കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത് കേട്ടോ. 100%, അതായത് 1% പോലും സംസാരിക്കാനായിട്ട് ഒരു എന്താ പറയാ കോൺഫിഡൻസ് ഇല്ലാത്തൊരു കുട്ടിയെ പോലും ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് 100% സംസാരിക്കാനുള്ള കഴിവ് നേടിക്കൊടുക്കും. ഓക്കെ, അപ്പൊ നിങ്ങളും എന്ത് ചെയ്യാ, ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യാം. വെറുതെ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് തിരികെ പോകലല്ല എന്ന് പറയുന്ന ടീച്ചിങ് എന്ന് പറയുന്നത്. കുട്ടികളെ മനസ്സിലാക്കണം, ഓരോരുത്തരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ, അവരുടെ ഐഡിയാസ്, അവരുടെ കഴിവുകൾ നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യവും, എത്തിക്കോട്ടെ, യാതൊരു പ്രോബ്ലവും ഇല്ല. അതിനകത്ത് യാതൊരു നാണക്കേടോ ഒരു ഷെയിമുകേടോ യാതൊന്നും വിചാരിക്കേണ്ട ആവശ്യകതയേ ഇല്ല. എല്ലാവരും 100% എന്താണ് എല്ലാ കഴിവുകളോടും കൂടിയിട്ടല്ല ഭൂമിയിലേക്ക് പറന്നു വീഴുന്നത്, അല്ലെ? എല്ലാവർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള കഴിവുകൾ ഉണ്ടാവും, കുറവുകൾ ഉണ്ടാവും, അല്ലെ? അപ്പോ അത് നമ്മൾക്ക് ഡെവലപ്പ് ചെയ്യാനാണ് നമ്മൾ നോക്കേണ്ടത്. എങ്ങനെയാണ് നമ്മുടെ ഒരു വീക്ക് പോയിന്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് തിരുത്താനായിട്ട് പറ്റുക, നമ്മുടെ മെത്തേഡിലൂടെ അതെങ്ങനെ തിരുത്തി കൊണ്ടുപോകാനായിട്ട് പറ്റുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. അപ്പൊ തെറ്റിയാലും സാരില്ല, ഞാനിവിടെ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് തിരുത്തി തരും, ആരും കളിയാക്കില്ല. നിങ്ങളുടെ കോൺഫിഡന്റ്, അതായത് നിങ്ങളുടെ സക്സസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. ഓക്കെ ആണല്ലോ? മിസ്സേ പറഞ്ഞു നോക്കട്ടെ? എന്താണ് പറഞ്ഞു നോക്കട്ടെ? പറഞ്ഞു നോക്കിക്കോളൂ. ഞാൻ പറഞ്ഞല്ലോ ജയ്മോളോട്, പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല. തെറ്റാണെങ്കിൽ തെറ്റിക്കോട്ടെ, അറിയാവുന്നത് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ. കുട്ടിക്ക് പതിവായ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യേണ്ടതും ഒരു ഹെൽത്ത് റെക്കോർഡ് സൂക്ഷിക്കേണ്ടതും അത്യാവശ്യമാണ്. പിന്നെ പൊതുവായിട്ടുള്ള പരിശോധനയ്ക്ക് ജനറൽ അപ്പിയറൻസ് ഉൾപ്പെടുത്തണം. ഹെൽത്ത് പരിശോധനയിൽ ശരീരഘടന, പൾസ് റെക്കോർഡിങ്, ഊഷ്മാവിന്റെ അളവ്, ഉയരം, ഭാരം, ശ്വസന നിരക്ക്, നെഞ്ച്, കഴുത്ത്, കണ്ണ്, ചെവി, മൂക്ക്, തൊണ്ട, പല്ല്, മുടി,
നാക്ക്, നഖം, കാഴ്ച, കേൾവി, മാനസിക വൈകല്യം, കൈകാലുകളുടെ ചലനം, പിന്നെ യൂറിൻ, മോഷൻ പരിശോധന തുടങ്ങിയവ രോഗനിർണയം അല്ലെങ്കിൽ ഇത് നിർണയിക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നം ഓക്കെ ഞാൻ പറയാം. പറഞ്ഞോളാം കേട്ടോ. താങ്ക് യു കേട്ടോ, ഇത്രയും പറഞ്ഞല്ലോ, അതിന് താങ്ക്സ്. താങ്ക് യു മാം. ഓക്കെ, അപ്പൊ പറയാട്ടെ, ഇനിയും പറയുക, ചെയ്യുമ്പോഴെല്ലാം മറ്റുള്ളവരും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക, വായിക്കാനായിട്ട് എല്ലാവരും മുന്നോട്ട് വരിക കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറയുന്ന ഒരു പാർട്ടാണ് അതിന്റെ കുറച്ച് എക്സ്പ്ലനേഷൻ ആണ് ആ ഒരു പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിനകത്ത് പറയുന്നത് മെയിൻ ആയിട്ടും കുട്ടികളുടെ ഹെൽത്ത് ചെക്കപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പൊ കുട്ടികളുടെ ഹെൽത്ത് ചെക്കപ്പ് എന്ന ആ ഒരു കാര്യം പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾക്ക് ജനറൽ ആയിട്ട് ഹെൽത്ത് ചെക്കപ്പിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതാണ് ഞാനിപ്പോ ആദ്യം ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾക്കറിയാം എന്താണ് ഹെൽത്ത് ചെക്കപ്പ്? എല്ലാവരും ഹെൽത്ത് ചെക്കപ്പ് നടത്താറുണ്ടോ? ഉണ്ട്. എല്ലാവരും എപ്പോഴെങ്കിലും നടത്താറുണ്ട് അല്ലെ? ചിലപ്പോ രോഗം വരുന്ന സമയത്തൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടാകുന്ന സമയത്തൊക്കെ ആയിരിക്കും കൂടുതൽ ആളുകളും നടത്തുക. പക്ഷെ വെറുതെ ഇരിക്കുന്ന സമയത്തും യാതൊരു പ്രോബ്ലം ഇല്ലാതിരിക്കുന്ന സമയത്തും ചില ആളുകൾ നടത്താറുണ്ട് ഹെൽത്ത് ചെക്കപ്പ് അല്ലെ? അപ്പൊ ഏതെങ്കിലും ഒരു അസുഖം തടയുന്നതിനോ അത് മുൻകൂട്ടി കണ്ടുപിടിക്കുന്നതിനോ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ ഹെൽത്ത് ചെക്കപ്പ് ഓരോരുത്തരെയും സഹായിക്കും. ഓക്കെ, ഒന്നുകൂടി ഞാൻ പറയാം. ഏതെങ്കിലും ഒരു അസുഖം തടയുന്നതിനോ മുൻകൂട്ടി കണ്ടുപിടിക്കുന്നതിനോ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ ഹെൽത്ത് ചെക്കപ്പ് സഹായിക്കുന്നു. അതായത് നമ്മൾക്ക് ഏതെങ്കിലും ഒരു അസുഖം തടയുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത് കാലേ കുട്ടികൾ നേരത്തെ തന്നെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടോ ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നത്. നമുക്കറിയാം ഈ ഒരുവിധം എല്ലാ സെലിബ്രിറ്റീസും അല്ലെ, വലിയ വലിയ സെലിബ്രിറ്റീസ് ഒക്കെ ഉണ്ട് അല്ലെ, അവരൊക്കെ എല്ലാ സമയത്തും ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാറുണ്ട് അല്ലെ? ഇല്ലേ? അവരൊക്കെ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്ന സമയത്താണ് അവരുടെ രോഗം അറിയുന്നത്. അവർക്ക് സിംറ്റംസോ കാര്യങ്ങളോ ഒന്നും തന്നെ ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ല. പക്ഷെ അവരെന്ത് ചെയ്യാറുണ്ട്? നോർമൽ ആയിട്ട് അവര് റെഗുലർ ആയിട്ട് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ എന്തെങ്കിലും വേരിയേഷൻസോ കാര്യങ്ങളോ അതിനകത്ത് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് തിരിച്ചറിയുകയും ആ അസുഖം മുൻകൂട്ടി കണ്ടുപിടിക്കുകയും നേരത്തെ തന്നെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയും രോഗി രക്ഷപ്പെടുകയുമാണ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിൽ, അതായത് രോഗം വന്നു കഴിഞ്ഞ് കുറെ കാലത്തിന് ശേഷം നമ്മള് ചില ആളുകളുണ്ട് രോഗം വന്നു കഴിഞ്ഞാൽ പോട്ടെ കുഴപ്പമില്ല, മരുന്നൊന്നും മേടിക്കണ്ട, മരുന്നൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ പറഞ്ഞ് കുറെ നാളുകൾ തള്ളി പിന്നെ കുറച്ച് കഴിയുമ്പോഴായിരിക്കും ഒട്ടും സഹിക്കാൻ പറ്റാതെ വരിക. ആ സമയത്തായിരിക്കും ചെക്കപ്പ് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ ആ രോഗത്തിന്റെ ഫൈനൽ സ്റ്റേജ് ആയിരിക്കും അവിടെ. ചിലപ്പോ ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ ഡോക്ടർ പറയും ഒന്നും ചെയ്യാൻ പറ്റില്ല, കുറച്ചുകൂടി നേരത്തെ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ രോഗത്തെ ഒഴിവാക്കാമായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നേരത്തെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാമായിരുന്നു, അങ്ങനെ പറയുന്ന ഇതുണ്ട് അല്ലെ? അപ്പൊ ഇത്തരത്തില് നമുക്ക് നേരത്തെ തന്നെ രോഗം കണ്ടുപിടിക്കാനും അതിനെ തടയാനുമുള്ള ഒരു വഴിയാണെന്ത് ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഹെൽത്ത് ചെക്കപ്പിൽ സാധാരണയായിട്ട് നമുക്കറിയാം നമ്മുടെ എല്ലാ ബോഡി പാർട്സും അതിനകത്ത് പെടും അല്ലെ? നമ്മുടെ ഹാർട്ട് പെടും, അതുപോലെ കിഡ്നി, ലിവർ, പിന്നെ ലങ്സ്, അങ്ങനെ എല്ലാ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയാനായിട്ട് പലതരം ടെസ്റ്റുകളിലൂടെ ഹെൽത്ത് ചെക്കപ്പ് നടത്താറുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഡോക്ടേഴ്സ് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് വർഷത്തിൽ ഒരു തവണയെങ്കിലും ഹെൽത്ത് ചെക്കപ്പ് നടത്തിയിരിക്കണം എന്നാ പറയുന്നത്. വർഷത്തിൽ ഒരു തവണയെങ്കിലും ഹെൽത്ത് ചെക്കപ്പ് നടത്തിയിരിക്കണം. അതുപോലെ തന്നെ 35 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവരും ബോഡി ചെക്കപ്പ് ഡോക്ടർ നിർദ്ദേശിക്കുന്നുണ്ട്. അതായത് ആഫ്റ്റർ 35 ആയി കഴിഞ്ഞാല് നിർബന്ധമായും എന്ത് ചെയ്തിരിക്കണം? ബോഡി ചെക്കപ്പുകൾ നടത്തിയിരിക്കണം. നിങ്ങൾ അങ്ങനെ കേട്ടിട്ടില്ലേ? എന്താണ് 35 വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആഫ്റ്റർ 30 അതിന്റെ പ്രത്യേകത എന്താ നടത്തണം എന്ന് പറയുന്നേ? നമ്മുടെ ശരീരത്തിൽ ധാരാളം മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമല്ലേ 30 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാല്? അറിയാൻ പറ്റുമല്ലോ ഒരുവിധം വയസ്സായി തുടങ്ങും. അതെ, നമുക്ക് ധാരാളം നമ്മുടെ ഫിസിക്കലായിട്ട് കുറെ അധികം മാറ്റങ്ങൾ നമ്മുടെ ബോഡിയിൽ കാണാനായിട്ട് സാധിക്കും.
ചില ആളുകൾ പറയാറുണ്ട് വണ്ണം വെക്കുന്നുണ്ട്, ഞാൻ മര്യാദയ്ക്ക് ഭക്ഷണം ഒന്നും കഴിക്കുന്ന ആളല്ല, അങ്ങനെ പുറത്തുനിന്നുള്ള കാര്യങ്ങളൊന്നും കഴിക്കാറില്ല, ഷുഗർ അധികം കഴിക്കാറില്ല, എന്നിട്ട് ഞാൻ വണ്ണം വെക്കുന്നു എന്ന് പറയാറുണ്ട് അല്ലെ. അപ്പൊ അതെന്തുകൊണ്ടാണ്? അതായത് ഈ 30 കഴിഞ്ഞു കഴിഞ്ഞാല് ഹോർമോണൽ ഇംബാലൻസ് ശരീരത്തിൽ പ്രത്യക്ഷമാവാനായിട്ട് തുടങ്ങും. പലതരത്തിലുള്ള ഇംബാലൻസുകളും ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ വേരിയേഷൻസ്, അതുപോലെ തന്നെ എന്താ പറയാ മസിലൊക്കെ വീക്ക് ആവാനായിട്ട് തുടങ്ങും അല്ലെ. സ്ട്രോങ് ആയിട്ടുള്ള മസിൽസ് ഒക്കെ ഉള്ള ഒരാൾക്ക് പെട്ടെന്ന് മസിൽ വീക്ക് ആയിട്ട് നമുക്ക് അവിടെ ഇവിടെയും പെയിനും കാര്യങ്ങളൊക്കെ ബോഡിയിൽ ഇപ്പൊ കാലിലോ കയ്യിലോ ഷോൾഡറിന്റെ ഭാഗത്തോ അങ്ങനെയൊക്കെ പലവിധ വേദനകൾ ഉണ്ടാവാനൊക്കെ തുടങ്ങും. അപ്പൊ അത് 30 കഴിഞ്ഞുള്ളവരുടെ ഒരു എന്താ പറയാ നോർമൽ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പോ അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് പറയാറുള്ള ഒരു കാര്യമാണ് നിർബന്ധമായിട്ടും ഈ ഏജ് ഗ്രൂപ്പിലുള്ളവര് ഹെൽത്ത് ചെക്കപ്പ് നടത്തിയിരിക്കണം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം നോർമൽ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് നോർമൽ ചെക്കപ്പിൽ വരുന്നത്? സാധാരണ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറുണ്ട് അല്ലെ. ചെയ്യാറുണ്ടോ? ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതിനകത്ത് നമ്മൾ നിർബന്ധമായിട്ട് നോക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഷുഗർ ഇല്ലെങ്കിൽ കൂടി നമ്മൾ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യാറുണ്ട് അല്ലെ. ഫാസ്റ്റിംഗിൽ ചെക്ക് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആഫ്റ്റർ ഫുഡിന് ശേഷവും നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാറുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തൈറോയിഡ്, അതായത് പെട്ടെന്നുള്ള ബോഡിയുടെ വീക്കം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തൈറോയിഡ് പോലുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ യൂറിൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെ, അങ്ങനെ പെയിനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ യൂറിൻ ടെസ്റ്റ് നടത്താറുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ റെഗുലർ ആയിട്ട് നമ്മൾ എന്താ പറയാ മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ബ്ലഡ് ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ചെക്ക് ചെയ്യാന്നുള്ളത്. അപ്പൊ അതൊക്കെ നോർമൽ കാര്യങ്ങളിൽ വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ മെയിൻ ആയിട്ട് അതായത് ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരുന്നു അല്ലെങ്കിൽ ചില ചെക്കപ്പുകൾ നമ്മൾ ചെയ്യുന്നു, അതിന് പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാല് ഇപ്പോഴത്തെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് കൂടുതൽ ആളുകൾ ഹൃദ്രോഗികളാണ് അല്ലെ. ഹാർട്ട് പേഷ്യൻസ് ഉണ്ട് കൂടുതൽ നമ്മുടെ നാട്ടിൽ അല്ലെ. അതായത് നമുക്കറിയാം വളരെയധികം ഏജ്ഡ് ആയിട്ടുള്ള ആളുകളല്ല മരിക്കുന്നത്, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണ് അറ്റാക്ക് വന്ന് മരിക്കുന്നത് അല്ലെ. അധികം ഏജ്ഡ് ആയിട്ടുള്ള ആളുകളാണോ മരിക്കുന്നത് അറ്റാക്ക് വന്നിട്ട്? ഒരിക്കലും അല്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അറ്റാക്ക് വന്ന് മരിക്കുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ ചില രോഗങ്ങൾ നമ്മുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ ചില പേഷ്യൻസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ഹൃദ്രോഗികൾ ഉണ്ടാകാം, ആസ്മ പേഷ്യൻസ് ഉണ്ടാകാം, ഡയബറ്റിസ് പേഷ്യന്റ് ഉണ്ടാവാം, പിന്നെ മൈഗ്രെയിൻ പോലുള്ള ഇഷ്യൂസ് നേരിടുന്നവരുണ്ടാകാം, ഡിപ്രഷൻ പോലുള്ള ഇഷ്യൂസ് നേരിടുന്നവരുണ്ടാകാം. അപ്പൊ ഇത്തരത്തില് ധാരാളം എന്താ പറയാ പ്രശ്നങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ വേറെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് നമ്മുടെ എൻവയൺമെന്റിലുള്ള വ്യത്യാസം. അതായത് പൊല്യൂഷൻ പോലുള്ള കാര്യങ്ങൾ, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, അങ്ങനെ കുറേയധികം പൊല്യൂട്ടഡ് ആയിട്ടുള്ള കുറെ സംഭവങ്ങളുണ്ട് അല്ലെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളിലും കെമിക്കൽസ് ആഡ് ചെയ്യുന്നത് അല്ലെ. അതും നമ്മൾക്ക് രോഗം വരാനുള്ള ഒരു ഫാക്ടർ അല്ലേ. നമ്മൾ ഉപയോഗിക്കുന്ന കറി പൗഡേഴ്സ് നമുക്കറിയാം, കുറെ നമ്മള് വാർത്തയും കാര്യങ്ങളിലൊക്കെ കണ്ടതാണ് മുളക് പൊടിയിലൊക്കെ ഇഷ്ടിക പൊടി ചേർത്തിട്ട് വരുന്നത് ഇല്ലേ. കണ്ടിട്ടില്ലേ നിങ്ങൾ ന്യൂസിലൊക്കെ? കണ്ടിട്ടുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നമ്മളെ പലവിധ രോഗങ്ങളിലേക്കാണ് നീക്കിക്കൊണ്ട് പോകുന്നത്. ഓക്കെ. അപ്പോ അതുകൊണ്ട് തന്നെ നമ്മൾ നിർബന്ധമായിട്ടും ഇടയ്ക്കെങ്കിലും എന്ത് ചെയ്തിരിക്കണം? ഹെൽത്ത് ചെക്കപ്പുകൾ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് മെയിൻ ആയിട്ട് ബ്ലഡ് ടെസ്റ്റ് വരുന്നുണ്ട്, പിന്നെ യൂറിനറി ടെസ്റ്റ് വരുന്നുണ്ട്, അങ്ങനെ കുറെ അധികം ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് ആണ് ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ബ്ലഡ് ടെസ്റ്റിൽ നമ്മൾ ബ്ലഡ് ഷുഗർ നോക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലിപ്പിഡ് പ്രൊഫൈൽ, അതായത് കൊളസ്ട്രോൾ. ഇപ്പൊ കൊളസ്ട്രോളിൽ തന്നെ HDL ഉണ്ട്, LDL ഉണ്ട് അല്ലെ. ചീത്ത കൊളസ്ട്രോളും ഉണ്ട്, നല്ല കൊളസ്ട്രോളും ഉണ്ട്. അത് ട്രൈഗ്ലിസറോള്, അതിന്റെയൊക്കെ അളവ് നമ്മൾ നോക്കാറുണ്ട്, എത്രയാണ് ഫാറ്റ് അടിഞ്ഞ് കിടക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ എക്സ്റേ എടുക്കാറുണ്ട്, ECG എടുക്കാറുണ്ട്, എക്കോ എടുക്കാറുണ്ട്. ഇതൊക്കെ നമ്മുടെ ഹെൽത്ത് ചെക്കപ്പിന്റെ ഭാഗമായിട്ടാണ് വരുന്നത് കേട്ടോ. പിന്നെ വൈറ്റമിന്റെ ടെസ്റ്റ് നടത്താറുണ്ട്. വൈറ്റമിൻ എന്താണ്? D3 അല്ലെ. ആർക്കെങ്കിലും അങ്ങനെയുള്ള ഒരു ഡെഫിഷ്യൻസി ഉണ്ട് ഇവിടെ?
വൈറ്റമിന്റെ കുറവ് മിക്കവാറും എല്ലാ ആളുകൾക്കും ഇപ്പോ നേരിടുന്ന ഒരു വലിയൊരു പ്രതിസന്ധിയാണ് ഈ വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി ഉണ്ടല്ലേ? ഇടയ്ക്ക് ചെയ്യാറുണ്ട്. എന്താണ് ഐഷ? ഇടയ്ക്ക് ചെയ്യാറുണ്ട്. വൈറ്റമിൻ D3യും പിന്നെ ഹീമോഗ്ലോബിനും നോക്കാറുണ്ട് അല്ലെ? ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നോ വൈറ്റമിൻ D3യുടെ? ഒരു മാസം മെഡിസിൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ കുറഞ്ഞു പോകും. പിന്നെ ശരീരത്തിന് ബുദ്ധിമുട്ട് വരുമ്പോഴായിരിക്കും ഹോസ്പിറ്റലിൽ പോകണം. അപ്പം അവര് ഇങ്ങനെ ഇടയ്ക്ക് നോക്കണം എന്നാ പറഞ്ഞേക്കുന്നത്. അങ്ങനെ നോക്കും. അതായത് നമുക്ക് ഈ വൈറ്റമിൻ D3യും നമ്മുടെ എന്താ പറയാ സൺലൈറ്റുമായിട്ട് പരസ്പര ബന്ധമുണ്ട് അല്ലെ? എന്താണ് അങ്ങനെ പറയാൻ കാരണം? സൺലൈറ്റ് എന്നല്ലേ പ്രധാനമായിട്ട് വൈറ്റമിൻ D കിട്ടുന്നത് നമുക്ക്. അപ്പൊ ഇപ്പോഴത്തെ ആളുകൾ എന്ന് പറഞ്ഞാല് വെയിലത്തൊന്നും ഇറങ്ങാറില്ല അല്ലെ? വെയില് കൊണ്ടിട്ടും വലിയ കാര്യമില്ല, അൾട്രാവയലറ്റ് ആണ് വരുന്നത്. നമ്മുടെ കണ്ണിനും സ്കിന്നിനും ഒക്കെ ഭയങ്കരമായിട്ട് പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യാറുണ്ട് രാവിലത്തെയും വൈകിട്ടത്തെയും വെയില് കൊള്ളാൻ, ഇളം വെയില് കൊള്ളാനാണ് പറയാറുള്ളത് അല്ലെ? അപ്പൊ നമ്മൾ ആ മരുന്ന് കഴിക്കുമ്പോൾ തന്നെ ഇപ്പൊ വൈറ്റമിൻ D3യുടെ ഡെഫിഷ്യൻസി ഉള്ളവരാണെങ്കിൽ ആ മരുന്ന് കഴിക്കുമ്പോൾ തന്നെ കുറച്ച് വെയിൽ കൂടി കൊണ്ടാല് അത് നമ്മുടെ ബോഡിന് നല്ല രീതിയിലൊരു റിസൾട്ട് തരും. നമുക്ക് ആ ഡെഫിഷ്യൻസി തന്നെ ഇല്ലാണ്ടാവും എന്നാണ് പറയുന്നത്. അത് ഇത്ര ഡോസേജ് ഉണ്ട്, അതായത് ഓരോരുത്തർക്കും അവരുടെ ഇതനുസരിച്ചിട്ടാണ് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്നത്. ഇത്ര ഡോസേജ് ഉണ്ട്, ആ ഡോസേജിൽ നമ്മളത് കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഓക്കെ, അപ്പൊ വൈറ്റമിൻ D3യുടെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിന്റെ ടെസ്റ്റിനൊക്കെ കുറച്ച് കോസ്റ്റ്ലി ആണ് കേട്ടോ. അതായത് നമ്മുടെ നോർമൽ റേഞ്ചിൽ നിന്ന് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ് ഈ ടെസ്റ്റ്. പിന്നെ അതുപോലെ തന്നെ അബ്ഡോമിനൽ എക്സാമിനേഷൻ ഉണ്ട്. അബ്ഡോമിനൽ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ അൾട്രാസോണോഗ്രഫി ഉണ്ട്, USG. അത് അബ്ഡോമിനും ഉണ്ട് പെൽവിസ് ഭാഗത്തും. ആ ഒരു രണ്ട് രീതിയിൽ അബ്ഡോമിൻ എടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ്, അത് TSH, T3, T4. തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ TSH മാത്രമല്ല T3യും T4ഉം കൂടി അതിനകത്ത് നോക്കാറുണ്ട്. എന്നാൽ മാത്രമാണ് നമുക്ക് നോർമൽ ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ നമുക്ക് കിട്ടുക. പിന്നെ അതുപോലെ തന്നെ കിഡ്നി ഫംഗ്ഷൻ പ്രോപ്പർ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് എന്താ പറയാ ക്രിയാറ്റിന്റെ അളവ് നോക്കാറുണ്ട്, സോഡിയം, യൂറിക് ആസിഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. പിന്നെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നടത്താറുണ്ട്. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ നമുക്കറിയാം SGPT, SGOT, ബിലിറൂബിൻ. അതായത് നമുക്കറിയാം കൂടുതൽ ആളുകൾക്കും ഫാറ്റി ലിവർ ഉള്ള ഒരു എന്താണ്, കൂടുതൽ പേഷ്യൻസിന് ഫാറ്റി ലിവർ എന്ന് പറയുന്ന ആ ഒരു രോഗം വന്ന ആളുകളുണ്ട്. അതുമായിട്ട് മല്ലിടുന്ന ആളുകളൊക്കെ നമുക്ക് സമൂഹത്തിൽ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഫാറ്റി ലിവർ നമ്മൾ ആദ്യം ഇപ്പോ ഒരു USG ചെയ്ത് കഴിഞ്ഞാല് ഒരു സ്കാൻ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഫാറ്റി ലിവർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ അതിനകത്ത് ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 എന്ന് കാണാനായിട്ട് സാധിക്കും. കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഉണ്ട് അല്ലെ? ഓക്കെ. അപ്പോ ഈ ഗ്രേഡ് 1 അല്ലെങ്കിൽ ഗ്രേഡ് 2 നിൽക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യാറുണ്ട് ബ്ലഡ് ടെസ്റ്റ് നടത്താൻ പറയാറുണ്ട്. ബ്ലഡ് ടെസ്റ്റില് SGOT, SGPT ഒക്കെ നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കറക്റ്റ് ആയിട്ട് ലിവറിന് എത്രത്തോളമാണ് ആ ഫാറ്റി ലിവർ ബാധിച്ചതെന്ന് ബ്ലഡിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് SGPTയുടെ അളവും SGOTയുടെ അളവും നോക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പൾമണറി ലങ്സ് ഫംഗ്ഷൻ ടെസ്റ്റ്, അതായത് നമുക്കറിയാം നമ്മുടെ ശ്വാസകോശവുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ ആസ്മ പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ ആസ്മയുള്ള സമയത്ത് എത്രത്തോളമാണ് അത് ലങ്സിനെ അഫക്ട് ചെയ്തിരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഈ ഒരു ടെസ്റ്റ് നടത്താറുണ്ട്. പിന്നെ അതുപോലെ തന്നെ കാൽസ്യം ടെസ്റ്റിംഗ് നടത്താറുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിലെ കാൽസ്യത്തിന്റെ അളവ് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പൊ മസിൽസ് ഒക്കെ വീക്കാവുന്ന സമയത്ത് നമുക്ക് കയ്യ്, കാല് അങ്ങനെയുള്ള പേശികൾക്കൊക്കെ വേദന വരുന്ന സമയത്തൊക്കെ കാൽസ്യത്തിന്റെ ടെസ്റ്റ് നടത്താറുണ്ട്. അതിലൂടെ എത്രയാണ് നമ്മുടെ കാൽസ്യത്തിന്റെ അളവെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ കോമൺ ആയിട്ട് ഇത്രയും, ഇതിലും കൂടുതൽ ടെസ്റ്റുകൾ ഉണ്ട് കേട്ടോ. കോമൺ ആയിട്ട് ഇത്രയും ടെസ്റ്റുകളാണ് സാധാരണ ഹെൽത്ത് ചെക്കപ്പിൽ വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. ഇനി നമുക്ക് കുട്ടിയുടെ ആരോഗ്യ പരിശോധനയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് ഒരു കുഞ്ഞിന്റെ ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ പതിവായി നടത്തണം.
അല്ലെ? കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാറുണ്ട് കുഞ്ഞിന്റെ ഹെൽത്ത് ചെക്കപ്പ് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട്. അത് പരിശോധിക്കുക മാത്രമല്ല അതിന്റെ ഹെൽത്ത് റെക്കോർഡ് സൂക്ഷിക്കുകയും വേണം. ഇപ്പൊ നമുക്കറിയാം വാക്സിനേഷൻ കൊടുക്കുന്നതിന്റെ ഒരു കാർഡ് നമ്മുടെ കയ്യിലുണ്ട് അല്ലെ? അതൊരു ഹെൽത്ത് കാർഡാണ് അല്ലെ? എല്ലാവരുടെ കയ്യിലും ഇല്ലേ? ഓക്കെ, എല്ലാവരുടെ കയ്യിലും കുഞ്ഞിന്റെ വാക്സിന്റെ കാർഡ് ഉണ്ടാവും അല്ലെ? അപ്പൊ അതിനകത്ത് കറക്റ്റ് ആയിട്ട് കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ അതിനകത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാകും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞിന്റെ ഹെൽത്ത് ചെക്കപ്പുമായി ബന്ധപ്പെട്ട് കുഞ്ഞിന്റെ ജനറൽ അപ്പിയറൻസ് നമ്മൾ നോക്കാറുണ്ട്. പിന്നെ ബോഡി സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കുന്നുണ്ട്, പൾസ് റെക്കോർഡിങ്, ടെമ്പറേച്ചർ മെഷർമെന്റ്, ഹൈറ്റ് എത്രയാണ്, വെയിറ്റ് എത്രയാണ്, റെസ്പിറേറ്ററി റേറ്റ് എങ്ങനെയാണ്, ചെസ്റ്റ് ആൻഡ് അബ്ഡോമിനൽ എക്സാമിനേഷൻ, പിന്നെ കുഞ്ഞിന്റെ കഴുത്ത്, അതുപോലെ ഐ, അതായത് കണ്ണ്, ചെവി, മൂക്ക്, തൊണ്ട, പിന്നെ അതുപോലെ തന്നെ പല്ല്, ഹെയർ, സ്കിന്ന്, നെയില്, വിഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ മെന്റൽ ഇമ്പാർഷ്യാലിറ്റി, എന്തെങ്കിലും മാനസികമായിട്ടുള്ള വെല്ലുവിളി നേരിടുന്ന കുഞ്ഞാണോ, പിന്നെ മൂവ്മെന്റ്സ് ഓഫ് ലിംസ്, പിന്നെ യൂറിൻ ആൻഡ് സ്റ്റൂൾ എക്സാമിനേഷൻ, അതായത് കുഞ്ഞ് കറക്റ്റ് ആയിട്ട് യൂറിൻ പാസ് ചെയ്യുന്നുണ്ട്, സ്റ്റൂൾ പാസ് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, മനസ്സിലായോ? കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട് കേട്ടോ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആർക്കും ഒരു ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ സൈൻ ഔട്ട് ചെയ്തോളൂ കേട്ടോ. സൈൻ ഔട്ട് ആരാണ്? ആരുമില്ല? താങ്ക് യു ടീച്ചർ. ഓക്കെ, ഫാത്തിമ വൈകിയോ കേറാനായിട്ട്? ഓ, ഫാത്തിമ വൈകിയോ? ഉണ്ടായിരുന്നു അവിടെ ക്ലാസ് ഞാന് പകുതി വെച്ചാണ് വന്നത്, എനിക്ക് പറ്റിയില്ല, അതുകൊണ്ടാണ് പിന്നെ ആരും പറയാത്തോണ്ട് ഞാൻ താങ്ക് യു പറഞ്ഞത്. താങ്ക് യു മിസ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ. ഓക്കെ, താങ്ക് യു.